ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതായത് സാമ്പാർ പരിപ്പ്. ഇത് ഒരു 100 ഗ്രാം സാമ്പാർ പരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാളയുടെ പകുതി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിക്കാൻ, ഈ പരിപ്പിലേക്ക് ചേർത്ത് വേവിക്കാനാണ് നമ്മൾ സവാളയും പച്ചമുളക് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ പരിപ്പ് വേവിക്കാനായിട്ട് ഒരു കുക്കറാണ് എടുക്കുന്നത്. ഈ കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും പകുതി സവാള വലുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 ലിറ്ററോളം വെള്ളം ചേർത്തിട്ടാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്ന സമയത്തും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ വരുവോളം നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിത് പരിപ്പ് ഒരു 5 മിനിറ്റ് നമ്മളിത് കുതിർത്ത് വെച്ചതാണ്. അതുകൊണ്ട് അധികം വേവില്ലാത്ത പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഒരു വിസിൽ വന്നിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സവാളയും പരിപ്പും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ഒരു പാത്രത്തിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഴക്കയുടെ പകുതി വാഴക്ക എടുത്തിട്ടുള്ളൂ. നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും കുറേ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല. കുറച്ച് കഷ്ണങ്ങളാണ് എപ്പോഴും നമ്മൾ സാമ്പാറിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ചേന, അതുപോലെ തന്നെ മത്തന് ഒരു ചെറിയൊരു കഷ്ണം മാത്രം എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ, പെട്ടെന്ന് വേകും. അതുകൊണ്ടാണ് വലിയ പീസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക, ക്യാരറ്റ്, ചേന, മത്തൻ, അതുപോലെ തന്നെ 2 പച്ചമുളക്, നമ്മൾ ബീൻസും മുരിങ്ങക്കായും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വഴുതനങ്ങ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ വെജിറ്റബിളിലേക്കും പരിപ്പിലേക്കൊക്കെ ആവശ്യമായ, സാമ്പാറിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാറല്ലേ വയ്ക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് തേങ്ങ എടുക്കാം. നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം.
ഉലുവൻ്റെ അളവ് നമ്മൾ കൂടി പോകരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 മുറി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ഈ തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ എപ്പോഴും തേങ്ങേൻ്റെ അളവ് കൂടിപ്പോകരുത്. തേങ്ങ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ആ സാമ്പാറിന് ഒരു രസം ഉണ്ടാകും. ഇനി ആ തേങ്ങയിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു 5 കഷ്ണം ഉള്ളി, അതായത് 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുഞ്ഞ് പീസാക്കൊന്നും വേണ്ട, ഒരു 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് എന്തായാലും അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് നല്ല ചുവക്ക് നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക്, ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് കുറേ നേരം നമ്മൾ ഇതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കായം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, കായത്തിൻ്റെ കട്ടയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എണ്ണയിലൊന്ന്, നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണയിൽ ആദ്യം കായം ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം മാത്രം ഇത് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ പകുതി മുക്കാൽ ഭാഗത്തുള്ള വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീൻസും മുരിങ്ങക്കയും ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്, മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മാറ്റി വെച്ചിരുന്ന മുരിങ്ങക്കയും ബീൻസും വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്നത്, ഇത് നിങ്ങൾക്കറിയാമല്ലോ, വേവ് കുറവായതുകൊണ്ട് ആദ്യം തന്നെ ചേർത്താൽ വെന്ത് കലങ്ങിപ്പോവും. അത് അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിതിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 3 കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു തക്കാളി 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരൊറ്റ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ബീൻസും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, തക്കാളിയും ഇതൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് ഒരുപാട് പുളി വേണ്ട, പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പുളി പാകമാണ്. ഞാൻ ഇത് പുളി ഒഴിച്ചതിന് ശേഷം ഒന്ന് പുളി നോക്കിയിരുന്നു. പുളി പാകമാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുളി ഒഴിച്ചതിന് ശേഷം. ഇനി നമുക്കതിലേക്ക് ഒരു ഉപ്പ് അല്പം കുറവുണ്ട്, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി നമുക്ക് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. നിറവറയുടേതോ ഈസ്റ്റേണ്ടതോ നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് തിളയ്ക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇന്ന് അരച്ചിട്ട് വരാം. നമ്മളിതാ വറുത്ത് വെച്ച തേങ്ങയും പൊടികളൊക്കെ പാട് നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ, അതൊന്ന് അരച്ചിട്ട് വരാം. വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. നമ്മളിതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് അതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറേ സമയം ഇനി നമ്മൾ അരവ് ചേർത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വന്നാൽ മതിയാകും. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ്, പുളി, അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി, ഇതൊക്കെ കായമാണെങ്കിൽ കായം, കായത്തിൻ്റെ പൊടിയാണെങ്കിൽ പൊടി, ഇതൊക്കെ ചേർത്തത് പാകമാണോ എന്ന് നോക്കാം. എനിക്കിതൊക്കെ കറക്റ്റ് പാകമാണ്. നമ്മൾ കായത്തിൻ്റെ പൊടി ആദ്യം കുറച്ച് ചേർത്തിരുന്നുള്ളൂ. പിന്നെ നമ്മൾ സാമ്പാർ പൊടി ചേർത്തത് കൊണ്ട് തന്നെ സാമ്പാർ പൊടിയിൽ അത്യാവശ്യം കായത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പാറിൽ കായത്തിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി സാമ്പാറിൽ നമ്മൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരട്ടെ. ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഇതുണ്ടോ അപ്പം നന്നായിട്ട് ചെറിയ തീയിലിരുന്ന് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് കടുക് വറുക്കാം. നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അളവ് കൂടിപ്പോരുത്, നമ്മൾ തേങ്ങയിൽ ചേർത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പിച്ചി കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇപ്പം മൂത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ, തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സാമ്പാറിൻ്റെ റെസിപ്പി, ഈ സാമ്പാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു